ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ കാണാൻ പോകുന്നത്. എനിക്കൊന്നും വാങ്ങാൻ പോകുന്നതല്ല, എൻ്റെ ബ്രദറിന് കൊടുത്തു വിടാനായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതാണ്. ഞാനിപ്പോൾ കാണിച്ച് ഇട്ടേക്കുന്ന ഇയറിങ് അതെനിക്ക് ഐശ്വര്യേച്ചി ഒരു സെറ്റായിട്ട് ഗിഫ്റ്റായിട്ട് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ നമുക്ക് വഴിയിൽ വെച്ച് വെള്ളം ദാഹിച്ചപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ ഇറങ്ങിയിട്ട് പാൽ സർബത്ത് കുടിച്ചു. ഇതുവഴി എവിടെ പോയാലും നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് കേട്ടോ ജ്യൂസ് കുടിക്കാറുള്ള. നല്ല അഫോർഡബിൾ റേറ്റിന് ഓൾമോസ്റ്റ് എല്ലാ കൈൻഡ് ഓഫ് ജ്യൂസസും ഷേക്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. എന്നിട്ട് നമ്മൾ നേരെ ലുലു മോളിലോട്ടാണ് പോയത്. ലുലു മോളിൽ തന്നെ വന്നതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നായിരുന്നു. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ടാണ് പോയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ലുലു മോളിൽ. നമ്മളങ്ങനെ ഇതേ നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൂടി നടന്നു പോയപ്പോഴത്തേക്കും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു. ഇവിടെ വന്ന ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും എനിക്ക് പരിചയക്കാരുണ്ട്. അങ്ങനെ പിന്നെ അവരെയൊക്കെ കണ്ടിട്ട് നേരെ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഉദ്ദേശം. എനിക്ക് മെയിനായിട്ട് വിദ്യേനെ കാണണമായിരുന്നു. എൻ്റെ കുട്ടിക്ക് വയ്യാണ്ടിരിക്കുമായിരുന്നു. ആൾക്ക് പനിയൊക്കെ ആയിട്ട് കുറച്ച് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വയ്യാണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ വിദ്യേനെ പോയി കണ്ടു. എന്നിട്ട് നേരെ വാഴേനെ കാണാൻ വേണ്ടിയിട്ട് പോയി. എന്താ അവൻ്റെ മുഖത്താ സന്തോഷം. അങ്ങനെ നമ്മൾ മൂന്നുപേരും കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ മൂന്നുപേരും കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഫ്രെയിമിൽ വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും. പിന്നെ ഞാനും വിദ്യയും മിക്കായും കൂടിയിട്ട് ഓൾറെഡി വെള്ളം കുടിച്ചിട്ടാണ് പോയതെങ്കിലും അവളെ നിർബന്ധിച്ചപ്പോഴത്തേക്കും നമ്മൾ ഓരോ കോഫിയും കൂടി കുടിച്ചിട്ട് പിന്നെ നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നേരെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കയറി. ഹൈപ്പർ മാർക്കറ്റിലാണ് പോയത്. എന്താണ് നമുക്ക് വാങ്ങേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ടും എൻ്റെ ബ്രദറിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കുറച്ച് പിക്കിൾസ് ഇല്ലേ, അച്ചാറും പിന്നെ ഇങ്ങനെ സ്പൈസസ്, സാമ്പാർ പൊടി, അങ്ങനത്തെ കുറച്ച് അതൊക്കെയാണ് വാങ്ങാനുണ്ടായിരുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഫസ്റ്റ് കണ്ടത് ചോക്ലേറ്റ് ആയതുകൊണ്ട് മധുരം കഴിക്കുന്നത് നല്ലതാണല്ലോ എന്ന് കരുതി ഫസ്റ്റ് തന്നെ ഒരു ഡയറി മിൽക്ക് എടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ മെയിൻ ഉദ്ദേശം അച്ചാറായിരുന്നു. അച്ചാറിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ട് എല്ലാം അവന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അയച്ചു കൊടുത്ത് ഇത് മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അവൻ സെലക്ട് ചെയ്ത കുറച്ച് അച്ചാറും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ എന്താ നോക്കിയത്, അവിടെ നിന്ന് കുറച്ച് അച്ചാറൊക്കെ വാങ്ങിയായിരുന്നു. പിന്നെ സാമ്പാർ പൊടി അങ്ങനത്തെ മസാലകളൊന്നും നമ്മൾ ഉദ്ദേശിച്ച ബ്രാൻഡിൻ്റെത് ഇല്ലാത്തതുകൊണ്ട് അത് വാങ്ങിയില്ല. പിന്നെ നേരെ നമ്മൾ ഉപ്പിലിട്ടതിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഗോവ ഉപ്പിലിട്ടത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു നേരെ വീട്ടിലോട്ട് പോകാമെന്നാണ് കരുതിയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെസ്റ്റ് സൈഡിലൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.